നമസ്കാരം. ദിലീപ്, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യ ജീവിതസഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും. 2016 നവംബർ 25-നായിരുന്നു ഇവരുടെ വിവാഹം. മകൾ മീനാക്ഷി, മഞ്ജു വാര്യരും ദിലീപും എല്ലാം വാർത്തകൾ ഇടയ്ക്കിടെ നിറയാറുണ്ട്. കാവ്യയ്ക്ക് അധികം വിമർശനം ലഭിക്കാറുണ്ട്. ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ മാത്രമല്ല പൊതുവേദികളും സജീവമായിരുന്നില്ല കാവ്യ മാധവൻ. മഹാലക്ഷ്മിയെ പ്രസവിച്ച ശേഷമായിരുന്നു കാവ്യ പിന്നീട് ആരാധകർ ദിലീപിനൊപ്പം അല്പമെങ്കിലും കണ്ടിരുന്നത്. എന്തുകൊണ്ട് കാവ്യ പഴയതുപോലെ സജീവമാകുന്നില്ലെന്ന ചോദ്യത്തിന് മകളെ നോക്കുന്ന തിരക്കിലാണെന്ന മറുപടിയായിരുന്നു ദിലീപ് നൽകിയത്. എങ്കിൽ പോലും ദിലീപിന്റെയും കാവ്യയുടെയും വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത്. മാത്രമല്ല ദിലീപ്, കാവ്യ മാധവൻ പ്രണയ കഥകളെല്ലാം ചർച്ചയായി മാറുന്നുണ്ട്. ഇപ്പോഴത്തെ കാവ്യ മാധവന്റെയും ദിലീപിന്റെയും മഞ്ജുവാരുടെയും ഒരു കഥയാണ് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുന്നത്. ബാലതാരമായാണ് കാവ്യ അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത്. പൂക്കാലം വരവായി ആയിരുന്നു ആദ്യ സിനിമ. ചന്ദ്രൻ ദിക്കിൽ എന്ന സിനിമയിലാണ് കാവ്യ നായികയായി തുടക്കം കുറിക്കുന്നത്. ദിലീപ് ആയിരുന്നു ഈ ചിത്രത്തിൽ നായകനായി എത്തിയത്. കരിയറിൽ കാവ്യയുടെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡി ദിലീപായിരുന്നു. ദിലീപ് നായകനായി എത്തിയ ചന്ദ്രൻ ദിക്കിലേക്ക് ആദ്യം നായികയായി കാസ്റ്റ് ചെയ്തിരുന്നത് അന്നത്തെ തിരക്കുള്ള നായികയായ ശാലിനിയായിരുന്നു. സുന്ദര കില്ലാടി എന്ന ചിത്രത്തിന് ശേഷം താരജോഡി ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ലാൽ ജോസിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭത്തിനുണ്ടായിരുന്നു. എന്നാൽ ശാലിനിയെയും കുഞ്ചോക്ക് ബോബനെയും പ്രധാന വേഷത്തിൽ അണിനിരത്തി കമൽ സംവിധാനം ചെയ്ത നിറം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീരാത്തതിനെ തുടർന്ന് ചന്ദ്രൻ ദിക്കിൽ നിന്ന് നടിക്ക് അവസാന നിമിഷം പിന്മാറേണ്ടി വന്നു. നായികയില്ലാതെ ചിത്രം പ്രതിസന്ധിയിലായതോടെ ലാൽ ജോസ് നായകനും അടുത്ത സുഹൃത്തുമായ ദിലീപിന്റെ വീട്ടിൽ പോയി ഈ വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ നടന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരും അവിടെ ഉണ്ടായിരുന്നു. പുതിയ ആരെങ്കിലും കൊണ്ടുവരൂ എന്ന് മഞ്ജു നിർദ്ദേശിച്ചു. അതിനു പിന്നാലെ കാവ്യ മാധവൻ എന്ന പേരാണ് നടി മുന്നോട്ട് വെച്ചത്. ലാൽ ജോസിനും ദിലീപിനും മഞ്ജുവിനും കാവ്യ നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നാൽ അന്ന് വെറും 14 വയസ്സ് പ്രായമുണ്ടായിരുന്ന കാവ്യയുടെ സ്ക്രീനിൽ വളരെ ചെറുപ്പമായി തോന്നുമോ എന്ന ആശങ്ക ലാൽ ജോസിനുണ്ടായിരുന്നു. എന്നാൽ ചുരിദാർ ധരിച്ചാൽ കാവ്യയ്ക്ക് പ്രായപൂർത്തിയായതുപോലെ തോന്നും. ആ കുട്ടി വളരെ നല്ല ഓപ്ഷനാണ് എന്ന് മഞ്ജു ഉറപ്പു നൽകി. അങ്ങനെയാണ് കാവ്യമാധവൻ ചന്ദ്രൻ ദിക്കിലെ നായികയായി എത്തിയത്. കാവ്യമാധവൻ എന്ന നടിയെ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളാക്കിയ സിനിമയാണ് ചന്ദ്രൻ ദിക്കിൽ. ദിലീപിനും കാവ്യയ്ക്കുമൊപ്പം ബിജു മേനോനും അന്നത്തെ പ്രശസ്ത നടിയും ബിജുവിന്റെ ഭാര്യയും മഞ്ജുവാരുടെ ഉറ്റ സുഹൃത്തുമായ സംയുക്ത വർമ്മയും നടനും സംവിധായകനുമായ ലാലും ആയിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. യാതൊരു ഹൈപ്പുമില്ലാതെ തിയേറ്ററിൽ എത്തിയ ചിത്രം അക്കാലത്തെ അപ്രതീക്ഷിത ഹിറ്റുകളിൽ ഒന്നായി മാറി. വിദ്യാസാഗർ ചിട്ടപ്പെടുത്തി എസ് രമേശൻ നായർ വരികൾ എഴുതിയ ചന്ദ്രൻ ദിക്കിലെ ഗാനങ്ങൾ എന്നും മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിലും സംഗീത പ്രേമികൾക്കിടയിലും വളരെ പ്രസിദ്ധമാണ്. സ്ക്രീനിലെ പ്രണയം ജീവിതത്തിലേക്ക് പകർത്തിയവരാണ് ദിലീപും കാവ്യമാധവനും. ചന്ദ്രൻ ദിക്കിൽ തുടങ്ങിയ കൂട്ടുകെട്ട് പിന്നെയും വരെ തുടരുകയായിരുന്നു. ഇരുവരും ഒരുമിച്ചെത്തിയ സിനിമകൾ മിക്കവരും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. വിവാഹമോചന ശേഷം ദിലീപ് കാവ്യയുമായി പ്രണയത്തിലായിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അക്കാലത്ത് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന താരജോഡികൾ കൂടിയായിരുന്നു ദിലീപും കാവ്യയും. മീനാക്ഷിയായിരുന്നു ദിലീപിന്റെ രണ്ടാം വിവാഹത്തിനായി നിർബന്ധിച്ചത്. എന്റെ പേരിൽ ബലിയാടായ കാവ്യമാധവൻ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നായിരുന്നു ദിലീപ് അന്ന് പറഞ്ഞത്. മീനാക്ഷിക്കും കാവ്യ നേരത്തെ തന്നെ അറിയാം. കാവ്യയ്ക്കും മീനുട്ടിയെ അറിയാം. അതൊക്കെ പരിഗണിച്ചായിരുന്നു താൻ വിവാഹത്തിന് തയ്യാറായതെന്നും അന്ന് ദിലീപ് പറഞ്ഞിരുന്നു. 2016 നവംബർ 25-നായിരുന്നു ദിലീപും കാവ്യമാധവനും വിവാഹത്തിലായത്. വിവാഹത്തോടെ കാവ്യമാധവൻ അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു. എന്നാണ് തിരിച്ചു വരുന്നത് എന്നുള്ള ചോദ്യങ്ങളുമായാണ് ആരാധകർ എത്താറുള്ളത്. ദിലീപിനോടും ഇതേ ചോദ്യം ആവർത്തിച്ചിരുന്നു. അക്കാര്യത്തിൽ കാവ്യമാധവൻ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടതെന്നും ഭാര്യ അഭിനയിക്കുന്നതിൽ തനിക്ക് വിരോധമില്ലെന്നുമായിരുന്നു താരം പറഞ്ഞത്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് കാവ്യമാധവൻ ഉത്തരവാദിയല്ലെന്ന് പിന്നീട് ദിലീപ് തുറന്നു പറയുകയും ചെയ്തിരുന്നു. കാവ്യ കാരണമാണ് താൻ മഞ്ജുവുമായുള്ള വിവാഹമോചനം നേടിയതെന്ന വാർത്ത തെറ്റാണ്. ഞാനും മഞ്ജുവും തമ്മിൽ വേർപിരിയാൻ മറ്റു പല കാരണങ്ങളുണ്ട്. അതിനുശേഷം താൻ ഒട്ടേറെ സമ്മർദ്ദം അനുഭവിച്ചെന്നും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധപ്രകാരമാണ് പിന്നീട് കാവ്യ വിവാഹം ചെയ്തതെന്നും പറയുന്നു. വഴക്കിട്ടവരും പരിഭവം കാണിച്ചവരും ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല. പ്രായപൂർത്തിയായി മകൾ വളർന്നു വരുന്നതിൽ ഉത്കണ്ഠ ഒരു വശത്ത്. അച്ഛൻ എപ്പോഴാ വീട്ടിൽ വരുന്നതെന്ന ചോദ്യം മകൾ മീനാക്ഷിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എന്റെ മീനുട്ടിയുടെ ആ ചോദ്യം കേട്ടുകൊണ്ട് എന്നും ഷൂട്ടിങ്ങിന് പോകുന്നത് എനിക്ക് ഒരു സമാധാനമില്ലായിരുന്നു. 3.5 വർഷം താനും മകളും മാത്രമുള്ള ജീവിതമായിരുന്നു. 2 വർഷത്തോളം അവരുടെ വീട് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിന്നിരുന്നു. എനിക്ക് വേണ്ടി പലരും ബുദ്ധിമുട്ടുന്നത് പ്രയാസമുണ്ടാക്കി. ഇനിയൊരു കല്യാണം ശരിയാവില്ല എന്ന ചിന്തയിലായിരുന്നു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മകളോട് പറഞ്ഞു. അതേസമയം വിവാഹമോചനവുമായി കാവ്യ മറുഭാഗത്തുണ്ടായിരുന്നു. കാവ്യയുടെ വിവാഹ ജീവിതം തകരാൻ കാരണം താനെന്ന് പലരും പറഞ്ഞു പരത്തി. അങ്ങനെ ഞാൻ കാരണം ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിൽ എന്താണ് ഇത്ര തെറ്റ്? അവളുടെ വീട്ടുകാർ ആദ്യം ഈ ബന്ധത്തിന് സമ്മതിച്ചിരുന്നില്ല. പിന്നീട് എല്ലാവരുടെയും തീരുമാനമായിരുന്നു ആ വിവാഹം. എനിക്കെതിരെ പല രീതിയിലും അമ്പെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കുന്നില്ല അവരുടെ വീട്ടിലും അമ്മ പെങ്ങന്മാർ ഉണ്ടെന്ന്. നമ്മൾ ഇങ്ങനെ നശിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ. മഞ്ജു വളരെ കഴിവുള്ള ഒരു അഭിനേത്രിയാണ്. അവർ എല്ലായിടത്തും നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഞ്ജു ഇത് പറയുന്നത് എന്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ്. ആ മാന്യത ഞാൻ കാണിക്കണം എന്നുമായിരുന്നു ദിലീപ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. അതേസമയം 2016 മുതൽ അഭിനയ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് നടി കാവ്യമാധവൻ.
അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന സിനിമയിലായിരുന്നു അവസാനം കാവ്യ അഭിനയിച്ചത്. ഈ ചിത്രത്തിൽ ദിലീപായിരുന്നു നായകൻ. ഈ സിനിമ തിയേറ്ററുകളിലെത്തി മാസങ്ങൾക്ക് പിന്നാലെ ദിലീപും കാവ്യയും വിവാഹിതരായി. ഏറെക്കാലം ദിലീപും കാവ്യയും പ്രണയത്തിലായിരുന്നെന്ന ഗോസിപ്പുകൾക്കൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം. ദിലീപുമായുള്ള കല്യാണത്തിന് ശേഷം പൂർണ്ണമായിട്ടും സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിന്റെ ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടിയായതോടെ കരിയറിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമാകുകയാണ് നടി. ഇപ്പോൾ ലക്ഷ്യ എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനം കൂടുതൽ സജീവമാക്കാനാണ് കാവ്യയുടെ തീരുമാനം. ഇതിനോടനുബന്ധിച്ച് ലക്ഷ്യയിലെ വസ്ത്രങ്ങൾ ധരിച്ച് മോഡലായി പ്രത്യക്ഷപ്പെടാനും തുടങ്ങി. സാരികളിലും ചുരിദാറുകളിലും ഒക്കെ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തുകയാണ് കാവ്യ ഇപ്പോൾ. അടുത്തിടെ കാവ്യമാധവന്റെ പഴയൊരു അഭിമുഖവും വൈറലായിരുന്നു. അഭിനയത്തിന് പുറമെ മികച്ചൊരു നർത്തകി കൂടിയാണ് കാവ്യമാധവൻ. അഭിനയവും നൃത്തവും മാത്രമല്ല ഗാനരചയിതാവ് കൂടിയാണ് കാവ്യമാധവൻ. പാട്ട് ഭയങ്കരമായി ഇഷ്ടമാണ്, നന്നായി ആസ്വദിക്കാറുണ്ട്. തുടക്കത്തിലൊക്കെ എപ്പോൾ ബ്രേക്ക് വന്നാലും പാട്ട് പാടി പഠിക്കും. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും പാട്ട് ചിത്രീകരിക്കുന്നത്. അതിനകം തന്നെ വരികൾ മനഃപ്പാടമായി കഴിഞ്ഞിട്ടുണ്ടാകും. വരികളുടെ വിഷ്വൽ മനസ്സിൽ കണ്ടാവും അഭിനയിക്കുക. കാവ്യതളങ്ങൾ ചെയ്തപ്പോൾ നിരുത്സാഹപ്പെടുത്തിയവരും ഉണ്ടായിരുന്നു. കാവ്യമാധവൻ എഴുതുമോ എന്നായിരുന്നു എല്ലാവരും ഒരുപോലെ ചോദിച്ചത്. അഭിനയവും ഡാൻസും മാത്രമല്ല, അത്യാവശ്യം എഴുത്തുമുണ്ട്. 2ലും 3ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്വന്തമായി ട്യൂൺ ഉണ്ടാക്കി പാടിയിരുന്നു. 9ാം ക്ലാസ് മുതലുള്ള കാര്യങ്ങളാണ് കാവ്യതളങ്ങളിലുള്ളത്. ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. കേട്ടറിവ് മാത്രമുള്ള ഒരാൾ, രാഹുൽ എന്നാണ് പേര്. കുറെ രാഹുൽമാർ വന്നതാണ് ഞാൻ പറഞ്ഞ കഥ കേട്ട്. ഒരു ചേച്ചി എപ്പോഴും രാഹുലിന്റെ കഥ പറയുമായിരുന്നു. അതിങ്ങനെ കേട്ട് ഉള്ളിലൊരു കൗതുകം ഉണ്ടായിരുന്നു ഈ വ്യക്തിയോട്. പ്രണയം എന്നൊന്നും പറയാനാവില്ല. ഞാൻ എവിടെ പോയാലും ആ ഫംഗ്ഷനെ കുറിച്ചും ഞാനിട്ട ഡ്രസ്സിനെ കുറിച്ചും ഒക്കെ അയാൾ പറയുമായിരുന്നു. എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് രാഹുൽ മരിച്ചെന്ന് ചേച്ചി പറഞ്ഞത്. അന്ന് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. വല്ലാതെ സങ്കടമായിരുന്നു. ഒരാളുടെ ഇഷ്ടം തോന്നുന്നതൊക്കെ അന്ന് മോശം കാര്യമായിരുന്നു. ചീത്ത കുട്ടികൾക്കൊക്കെ അല്ലേ അങ്ങനെ തോന്നും എന്നൊക്കെയല്ലേ നമ്മുടെ ചിന്ത. ഇത് ആരോടും പറയാൻ പറ്റില്ല. അപ്പോൾ അതങ്ങ് എഴുതി തീർത്തു, ഒരു 5-6 പേജ്. രാഹുലിനെ നേരിൽ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നും കാവ്യ പറയുന്നുണ്ട്. മനുഷ്യരെ പോലെ തന്നെയാണ് ദൈവങ്ങളെ കാണുന്നത്. പിണക്കവും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് കാണിച്ചിട്ടുമുണ്ട്. മാതാപിതാക്കൾ എപ്പോഴും കൂടെയുണ്ട്. അതുകൂടാതെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഏത് വിഷയവും നമ്മൾ അതിജീവിച്ചല്ലേ പറ്റൂ. പൊതുവെ പെട്ടെന്ന് മൂഡ് ഓഫ് ആകുന്ന പ്രകൃതമാണ്. എന്റെ ബേസ് എപ്പോഴും സങ്കടമാണ്. എന്റെ സന്തോഷങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാവാറില്ല. സന്തോഷിക്കുമ്പോൾ അടുത്ത സങ്കടത്തെ കുറിച്ച് ഓർത്ത് പേടിക്കാറുണ്ട്. വളരെ പേഴ്സണൽ ആയിരിക്കും. ജോലി സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പേഴ്സണലി സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ എന്നുമായിരുന്നു കാവ്യമാധവൻ പറഞ്ഞത്.